ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പൊ കസാക്കിസ്ഥാൻ ട്രാവൽ സീരീസിന്റെ പാർട്ട് 3 ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കോൾസയിലാണ് ഇപ്പോൾ ഉള്ളത്. കോൾസേ ലേക്കിന്റെ തീരത്താണ്. അവിടെ ഒരു കോൾസേ നൊമാഡ് വില്ലേജ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ചെന്ന ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. എല്ലാവരും നല്ല ടയർഡായിരുന്നു. ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി. ബാൽക്കണിയിലൊക്കെ അപ്പോഴേ നല്ല മഞ്ഞായി തുടങ്ങിയായിരുന്നു കേട്ടോ. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. സർറിയലായിരുന്നു കേട്ടോ. എന്താ പറയാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കണ്ടതിൽ വെച്ച് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നത്. എന്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ എല്ലാം. കാരണം മഞ്ഞ് പൊഴിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വീഡിയോസും ഒക്കെ കണ്ടിട്ടുള്ളതല്ലാതെ നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഫീലിംഗ്, ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. തലേന്ന് കടക്കുമ്പോൾ ഫോണില് പിറ്റേന്ന് രാവിലെ ഒരു 5 മണിയൊക്കെ തൊട്ട് സ്നോഫോള് ചാൻസസ് പറയുന്നുണ്ടായിരുന്നു വെതർ ആപ്പില്. അപ്പൊ ഞാൻ അലാറം ഒക്കെ വെച്ചിട്ടാണ് കടന്നത്. പക്ഷെ 6 മണിയായപ്പോൾ എണീറ്റപ്പോൾ നിറച്ചും മഞ്ഞായിരുന്നു. നന്നായിട്ട് മഞ്ഞ് പോയിന്നുണ്ടായിരുന്നു. പക്ഷെ ഒട്ടും വെട്ടം ഉണ്ടായിരുന്നില്ല. ഒരു 7:30 ടൈമാണ് കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴത്തേന് എന്താ പറയാ, ഇന്നലെ കണ്ട ഒരു വ്യൂ അല്ല. മലയൊക്കെ ഫുൾ മഞ്ഞായിട്ട് ഫുൾ വെള്ള പൊതിഞ്ഞ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ വേഗം പുറത്തു പോയി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്താണ് നിങ്ങൾ ഇത്ര നേരം കണ്ടത്. അപ്പയും അമ്മയും മൂത്ത മോനും ഉറങ്ങുമായിരുന്നു. അവർ വേറെ മുറിയിലാണല്ലോ. പിന്നെ ഞങ്ങൾ അവരെ പോയി വിളിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങി കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എത്ര എടുത്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി. ഇതൊരു ചെറിയ റിസോർട്ടാണ് കേട്ടോ. ഭയങ്കര വലിയ ഏക്കർ കണക്കിന് സ്ഥലം അങ്ങനെയൊന്നുമില്ല. ഈ ലേക്കിനോട് ചേർന്ന് ലേക്ക് വ്യൂ വരുന്ന ഒരു കുട്ടി റിസോർട്ടാണ്. ഈ കാണുന്നതാണ് മെയിൻ റിസോർട്ടും കാര്യങ്ങളൊക്കെ. ഇതിന് ചുറ്റും നമുക്കിങ്ങനെ അവർ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ കൊടുത്ത് നമുക്കിങ്ങനെ നടക്കാനൊക്കെ ഒരുപാട് ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ നമുക്ക് ലേക്കിലോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ ഇവിടുന്ന്. പിന്നെ എല്ലാവരും നല്ല മഞ്ഞാണല്ലോ, അപ്പൊ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇപ്പയുടെ അമ്മയുടെ ആദ്യത്തെ സ്നോ ആണ്. ഞങ്ങൾ സ്നോ കണ്ടിട്ടുണ്ട്, സ്നോഫോള് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനൊരു ഭാഗ്യം കിട്ടി. എന്താ പറയാ, ഞങ്ങൾ എല്ലാവരും ഒരു ഡ്രീം വേൾഡിലായിരുന്നു ആ സമയത്ത്. ഇപ്പം ഈ വീഡിയോസ് ഒക്കെ ഇപ്പൊ കാണുമ്പം ഒന്നുകൂടെ ആ ദിവസങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നെങ്കിൽ ആലോചിക്കുന്നു. അപ്പൊ അത് നിങ്ങളുടെ വായിന്ന് പുക വരുന്ന എടുക്കട്ടെ. നമ്മളോട് അടുത്തോട്ട് വരട്ടെ. ഞാൻ ക്യാമറയാണ് ഭയങ്കര ഷെയ്ക്കാവും. ആ ഞങ്ങളെല്ലാരും തന്നെ കറക്റ്റായിട്ട് തെർമൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളില്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ 3-4 ലെയർ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്നോ ബൂട്ട്സും എല്ലാം ഇട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോഴേ ഒരു 10 മണിയൊക്കെ ആയി കേട്ടോ. 11 മണി വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇനി പോവാണ്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കുറെ ഭാഗങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് നമുക്കൊരു മെമ്മറിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തേ ഉള്ളൂ. കറക്റ്റ് ആയിട്ടൊരു ട്രാവൽ വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ല കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഫുൾ ടൈം അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിപ്പോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് താഴോട്ടൊക്കെ ഒന്ന് ഇഗ്ലൂ ഹൗസിന്റെ അങ്ങോട്ടൊക്കെ ഇറങ്ങി ഞങ്ങൾ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തൊക്കെ കാണിക്കാം. ഇപ്പൊ ഒരു 10 മണി 11 മണി ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോഴേ നിങ്ങൾക്ക് കാണാം, നമ്മൾ രാവിലെ കണ്ട മഞ്ഞിന്റെ അത്രയൊന്നും ഇപ്പൊ മഞ്ഞില്ല. കുറേയൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ രാവിലെ വന്നപ്പോ ഫുള്ളും വെള്ളം പൊതിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം
നിങ്ങൾക്ക് കാണാമല്ലോ കുറേയൊക്കെ അലിഞ്ഞു തുടങ്ങി. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു സ്നോഫോൾ കാണാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം കിട്ടി കേട്ടോ. അവർ പറഞ്ഞൊരു 1 വീക്കായിട്ട് സ്നോഫോൾ ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ചെന്ന ദിവസം കറക്റ്റ് ആയിട്ട് സ്നോഫോൾ ഒക്കെ വീണു. ഞങ്ങൾക്ക് അതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞങ്ങൾ തിരിച്ചിനി റൂമിലോട്ടൊക്കെ പോവാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണും. അപ്പൊ നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാമല്ലോ, രാവിലെ വെള്ളം പൂശിയ മലകളൊക്കെ ഇപ്പോൾ കുറേയൊക്കെ മഞ്ഞ് പോയിരിക്കുന്നു. അപ്പം ഇപ്പൊ തന്നെ ഒരു 11:30 ആയി. അപ്പൊ ഞങ്ങള് ചെക്കൗട്ട് ചെയ്യാനായിട്ട് റിസപ്ഷനിൽ പോയി. നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ച് എന്താ പറയാ കുറെ മെമ്മറീസ് ഒക്കെ മനസ്സിൽ സൂക്ഷിച്ച് തിരിച്ച് യാത്ര ചെയ്യുകയാണ്. അപ്പൊ തിരിച്ചു നമ്മൾ ഇവരുടെ തന്നെ വണ്ടിയിൽ ഓഫ് റോഡ് രീതിയിലാണ് പോകുന്നത് കേട്ടോ. ഒരു 20 മിനിറ്റ്സ് ഉള്ളിലോട്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ട്. ഇതുപോലെ ഒരു റിസോർട്ട് ഇവർ ഇത്രയും ഉള്ളില് ഇത്രയും മഞ്ഞിനിടയ്ക്കൂടെ ഒക്കെ പോയി അവര് ഇത്രയും നല്ലൊരു റിസോർട്ട് ഉണ്ടാക്കുക, അതൊരു അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. കാരണം അതുപോലെ ഇത്രയും നല്ലൊരു ഓഫ് റോഡ് ഒക്കെ ഫീൽ ചെയ്ത് വേറെ വീടുകളോ അല്ലെങ്കിൽ കടകളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഈവൻ മൊബൈൽ നെറ്റ്വർക്ക് പോലും ഇല്ല. പുറത്തുനിന്നുള്ള വണ്ടി ഒന്നും അലൗഡ് അല്ല. ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ കോൾസേ ലേക്കിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഗൈഡ് വണ്ടിയായിട്ട് അവിടെ വരും. അപ്പൊ അവിടെയാണ് ഇവര് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത്. നമ്മള് കോൾസേ ലേക്ക് കണ്ടില്ലല്ലോ, നമ്മള് റിസോർട്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ അല്ലേ കണ്ടുള്ളൂ, അങ്ങോട്ട് ഇറങ്ങിയൊന്നുമില്ലല്ലോ. അപ്പൊ കോൾസേ ലേക്ക് കാണാനായിട്ട് പോവാണ്. മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളെ അവിടുത്തെ ഡ്രൈവർ കോൾസേ ലേക്കിന് മുകളിലായിട്ട് ഡ്രോപ്പ് ചെയ്തു. ഇനി നമുക്ക് ലേക്ക് താഴോട്ട് ഇറങ്ങണം കേട്ടോ. ഇവിടുന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാം ഞങ്ങള് നിന്ന റിസോർട്ട്. ആ റിസോർട്ടിൽ നിന്ന് നമ്മള് കോൾസേ ലേക്കിന്റെ വ്യൂ കണ്ടതും ആസ്വദിച്ചതൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് ഇറങ്ങി കാണാം. അപ്പം ചെറിയ ചാറ്റൽ മഴയുണ്ട്, പിന്നെ നല്ല ഇറക്കമാണ്, നല്ലൊരു ഹൈക്കിംഗ് ഉള്ള രീതിയാണ് കേട്ടോ. നന്നായിട്ട് നടക്കാനുണ്ട്. അപ്പൊ അപ്പയും അമ്മയും മോനും മേളിൽ തന്നെ നിൽക്കണം. മോൻ ഓൾറെഡി വരുന്ന വഴിക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവര് മേളിൽ നിൽക്കുകയാണ്, താഴോട്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താണേലും ഇറങ്ങി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നല്ല മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേനും നന്നായി മഴ പെയ്തു തുടങ്ങിയിരുന്നു. കുഞ്ഞു മോനെയും കൊണ്ട് ഇതുപോലെ നല്ല തണുത്ത കൺട്രിയിൽ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങൾ 1-2 പേരോട് അവസാനമൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം ഒരുപാട് പേര് കൺസേൺ പറഞ്ഞായിരുന്നു, കാരണം ഇത്രയും തണുപ്പത്ത് കുഞ്ഞിനെ കൊണ്ട് പോകണോ ഇല്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഒബിയസ്ലി ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടു, നല്ല സേഫ് ആണ്, കുട്ടികളെ നമ്മൾ നന്നായി കവറൊക്കെ ചെയ്ത് കൊണ്ടുപോയി അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞങ്ങളുടെ കാര്യത്തിൽ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 മക്കള് 2 പേര് നന്നായിട്ട് എൻജോയ് ചെയ്തു. 2 പേർക്കും ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു പോകുന്നതിന് 2 ദിവസം മുമ്പ് വരെയൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ തണുപ്പൊക്കെ അടിക്കുമ്പോൾ ഒന്നുകൂടെ ഈ അസുഖം സിവിയർ ആവുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി. ഞങ്ങൾ മരുന്നൊക്കെ കരുതിയിട്ടാണ്. പക്ഷെ 2 പേർക്കും യാതൊരു അസുഖവും വന്നില്ല എന്നുള്ളതാണ്. തിരിച്ച് ഞങ്ങൾ സേഫ് ആയിട്ട് എത്തി. 2 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ചെറിയ മോനെ കൊണ്ടാണേലും വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ടച്ച് വുഡ്. ഇത്രയും തണുപ്പത്തൊക്കെ ആണെങ്കിലും ആള് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ഇത്രയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ആൾക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം അല്ലേ. പക്ഷെ എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്തു.
ഇതാണ് കോൾസേ ലേക്ക്. അപ്പം ഇപ്പൊ ഞങ്ങൾ മാർച്ച് ഒക്കെ ആയതുകൊണ്ട് ഒരു തിൻ ഐസിന്റെ ലെയർ മാത്രമേ ഉള്ളൂ, ഫുൾ ഫ്രോസൺ അല്ല ലേക്ക്. ഇപ്പൊ നിങ്ങളൊരു ജനുവരി ഡിസംബറിലൊക്കെ വരുവാണെങ്കിൽ ഫുൾ ഫ്രോസൺ ആയിരിക്കും ലേക്ക്. കുറേ നടക്കാനുണ്ട് കേട്ടോ താഴോട്ട്. ഒരു പകുതി വരെ കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ ഹോഴ്സ് ഉണ്ട് കേട്ടോ, ഹോഴ്സ് റൈഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴയ കാലത്തെ ടൈപ്പ് വണ്ടികളുണ്ട് കേട്ടോ, വാനുണ്ട്, അതിൽ പോവാം. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടക്കുമായിരുന്നു, ഇങ്ങോട്ട് ഞങ്ങൾ ആ വാനിൽ വരുമായിരുന്നു കേട്ടോ. ഈ ലേക്കിലെ വെള്ളത്തിന്റെ കളർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പം ബ്ലൂ ആയിട്ട് തോന്നും, ചിലപ്പോൾ ഗ്രീൻ ആയിട്ട് തോന്നും. ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോ ലേക്ക് എത്തിന്, ലേക്കിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് അവര് സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ദൂരം നടക്കാൻ കേട്ടോ. പക്ഷെ ഇപ്പോഴേ മഴ ചാറാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളിങ്ങനെ പോണോ വേണ്ടയോ ഇങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. നല്ല തണുപ്പുമാണ്. പിന്നെ ആ കാണുന്നൊരു വണ്ടി ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ തിരിച്ച് കയറി പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു കോൾസേ ലേക്ക് ഇപ്പൊ ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. ഈ ലേക്ക് നിങ്ങൾ സമ്മർ ടൈമിൽ വരുമ്പോൾ അല്ലെ സ്പ്രിംഗ് ടൈമിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, സമ്മർ വരുമ്പം എൻ്റയർലി വേറൊരു ലുക്കാണ്, വിന്റർ വരുമ്പം ഒരു വിന്റർ ബ്യൂട്ടിയാണ്. അങ്ങനെ ഓരോ സീസണിൽ വരുമ്പോൾ കസാക്കിസ്ഥാൻ അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ അതാ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല മഴ പെയ്തു തുടങ്ങി. അപ്പം ചാനും കുഞ്ഞും കൂടെ ഓടി വണ്ടിയിൽ കയറി. ഞാൻ കുറച്ച് ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് നടന്നു കേട്ടോ. പക്ഷെ പകുതി വഴി തന്നെ നല്ല മഴയായി തുടങ്ങി. അപ്പം പിന്നെ ഞാൻ തിരിച്ചു വന്നു. കാരണം നമുക്കൊന്നും അത്രയും തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത് നല്ല തണുപ്പ്, നല്ല കാറ്റ്, അതിൻ്റെ കൂടെ മഴയും കൂടെ പെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പല്ലൊക്കെ കൂട്ടിയിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ പിന്നെ തിരിച്ചിങ്ങനെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ വഴി കൂടെ നടക്കുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ പകുതി വരെ ഷൂട്ട് ചെയ്തുള്ളൂ, നിങ്ങൾ നല്ലൊന്ന് കണ്ടു നോക്കൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പൊ അവിടെ വരെ ഞാൻ നടന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ തിരിഞ്ഞ് നടന്നു, കാരണം നല്ല മഴ ശക്തമാകാൻ തുടങ്ങി, നല്ല തണുപ്പും. പിന്നെ നേരെ തിരിച്ച് വേഗം വിട്ടു. അപ്പൊ ഞങ്ങൾ തിരിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആ കണ്ട വാൻ പോലത്തെ വണ്ടിയിലാണ് കേട്ടോ. പണ്ട് സോവിയറ്റ് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് വണ്ടിയാണ്. ആ വണ്ടിയിലാണ് ഞങ്ങൾ തിരിച്ച് മേളിലോട്ട് കയറിയത്. പിന്നെ വിന്റർ ടൈം അല്ലാതെ വേറെ ഏത് ടൈമിൽ വന്നാലും കോൾസേ ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. വിന്റർ ആണെങ്കിൽ ഫ്രോസൺ അല്ലേ, അതുകൊണ്ട് ഇപ്പം ബോട്ടിംഗ് ഒന്നും ഇല്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് കാറിന്റെ അവിടെ ചെന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നന്നായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്കൊക്കെ മഴയുണ്ടായിരുന്നു. കെൻഡി ലേക്ക് ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷെ ഞങ്ങള് കെൻഡി ലേക്കിലോട്ട് പോകുന്നത് ഡ്രോപ്പ് ചെയ്തു പ്ലാൻ. കാരണം ഒന്നാമത് മഴയാണ്. പിന്നെ കെൻഡി ലേക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഹൈക്കിംഗ് ഉണ്ട്. ഇപ്പം കോൾസേ ലേക്ക് പോലെ നടന്നു പോകാം, പക്ഷെ കുറച്ചേറെ നടക്കാനുണ്ട്. കൂടുതലും അവിടെ നമ്മൾ കുതിരയുടെ പുറത്താണ് പോകുന്നത്. അപ്പൊ കുഞ്ഞിനെയും കൊണ്ടൊക്കെ റിസ്ക് ആണ് അങ്ങനെ പോകുന്നത്. അപ്പയ്ക്കും അമ്മയ്ക്കും അത്രയും നടക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു, അവിടെ പോകുന്നില്ല എന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ ഇനി നേരെ ഷാരിയൻ കെനിയോണിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ തന്നെ വീഡിയോ നല്ല ലെന്തി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ വീഡിയോ നീട്ടുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ, ബൈ.